ഇനി നമുക്ക് കലണ്ടറിൻ്റെ ഡേയ്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ കാണാനുള്ളത് ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ ഈ ഡേയ്സ് 1 2 3 എന്നുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ കോപ്പി എടുത്ത് തൊട്ട് താഴെ വെക്കാം, എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡയറക്റ്റ് ഇത് 1 എന്നടിച്ച് കഴിഞ്ഞാൽ ഇത് സെൻറ്റർ ആയിട്ടല്ല അലൈൻ ആവുന്നത്. നമ്മളിവിടെ ഡിസൈനിൽ നോക്കി കഴിഞ്ഞാൽ മൺഡേയുടെ സെൻറ്റർ ആയിട്ടാണ് 1 വരുന്നത്, ട്യൂസ്ഡേയുടെ സെൻറ്റർ ആയിട്ടാണ് 2 വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്. നമ്മളത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതൊക്കെ മുമ്പ് ഒരു ഈസി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി സെലക്ട് ചെയ്യുന്നു. എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ അലൈൻ ചെയ്യുന്നു. ഇത് സെൻറ്റർ അലൈൻ ചെയ്യാം. പിന്നെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബോൾഡ് ആയിട്ടുള്ളൊരു ഫോണ്ട് അല്ല, ഒന്ന് റെഗുലർ ആയിട്ടുള്ളൊരു ഫോണ്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് നമ്മുടെ ടെക്സ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത്, എനിക്കാണ് ഫോണ്ട് സൈസും ചിലപ്പോൾ ഇത്രയും ഉണ്ടാവണമെന്നില്ല, എന്നാലും നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നോക്കാം. ഞാനിപ്പോൾ 1 2 ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം കറക്റ്റ് സെൻറ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. 5 6 7. അപ്പോൾ എനിക്കാണ് ഫോണ്ട് സൈസ് ഓൾമോസ്റ്റ് കറക്റ്റാണ്. നമുക്ക് ഇനി അടുത്തെന്ന് വെച്ചാൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട്, ആദ്യം ഈ 1 എന്ന് പറയുന്ന ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതായത് എലിപ്സ് ടൂൾ എടുത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള ഡിസൈനിൻ്റെ മുകളിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, 36 × 36 നമ്മളത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ കളർ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഹെഡർ ഇല്ല, നമ്മൾ ആ കളർ സേവ് ചെയ്തിട്ടില്ല. നമുക്ക് ആ കളർ പിക്ക് ചെയ്യാം. ഇതും സെയിം കളറാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ കളർ സേവ് ചെയ്യാം. ഞാനതിന് ഡേ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കളറിന് നമ്മൾ ഡേ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തതിൻ്റെ മുകളിലായിട്ടാണ് ഈ ബ്ലൂ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ ബാക്കിലോട്ടാക്കണം. അതിന് ഞാൻ പറഞ്ഞ പല മെത്തേഡ്സ് ഉണ്ട്. ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ടെക്സ്റ്റ് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന് ഞാനിത് ലെയർ വഴിയാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഷോർട്ട് കട്ട്സ് നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇതെല്ലാം ഒരു ഗ്രൂപ്പിനുള്ളായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഞാൻ വേണമെങ്കിൽ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം ഈ എലിപ്സ് ഇതിലുണ്ട്, ഈ നമ്പേഴ്സ് എല്ലാം ഇതിലുണ്ട്. നമ്മൾ ഈ എലിപ്സിനെ ഡ്രാഗ് ചെയ്ത് താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ഇതായിരിക്കും വരും. ഇനി നമുക്കിത് സെൻറ്റർ അലൈൻ ചെയ്യണം. ഒരു സെക്കൻഡ്. അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെൻറ്റർ ആയിട്ട് വെക്കുന്നു. ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് വൈറ്റ് ആക്കുന്നു. നമ്മൾ എക്സാക്റ്റ് ആ ഒരു ഡേറ്റ് വന്നു. ഇനി ഇതിൻ്റെ എക്സാക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോക്സ്, അതൊരു സിമ്പിൾ ബോക്സ് ആണ്, നമുക്ക് ഇനി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹൈറ്റും അറിയാം, ഹൈറ്റ് 36 ആണ് സർക്കിളിൻ്റെ. അപ്പോൾ ഈ ബോക്സിൻ്റെയും ഹൈറ്റ് 36 ആണ്. നമ്മളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ എഡ്ജ് വരെ പോകുന്നു. ഇതിനെയും നമുക്ക് വേണമെങ്കിൽ അടുത്ത ഗ്രൂപ്പിലിടാം, എന്നിട്ട് ഈ ഗ്രൂപ്പിൻ്റെ താഴത്തോട്ട് ഇടാം, സർക്കിളിൻ്റെയും താഴെ ഇടാം. അപ്പോൾ ഇത് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഇത് കിട്ടി. ഇപ്പം ഞാൻ ഒന്ന് ചെയ്തത് ഇപ്പോൾ ഡയറക്റ്റ് കളർ പിക്കർ വെച്ച് ഈ കളർ പിക്ക് ചെയ്യാണ് ചെയ്തത്. ചിലപ്പോൾ ഈ കളർ ഇതേ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ഡേ എന്ന് പറഞ്ഞ കളറിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഒപ്പാസിറ്റി ആക്ച്വലി കുറയ്ക്കാം, എന്നിട്ട് ഇതേ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ ഒപ്പാസിറ്റി 20 കൊടുത്തപ്പോൾ, അതായത് ലെയറിൻ്റെ ഒപ്പാസിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്, അതേ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ ചെയ്യുമ്പോഴൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ടൈമിലും നമ്മൾ ഈ കളറുകൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡേ എന്ന് പറഞ്ഞ കളർ ഇവിടെ കാണാം. ഇതെനിക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറെ ഏത് കളർ വേണമെങ്കിൽ ആക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ബ്ലൂവോ പിങ്കോ, അപ്പോൾ അതിനനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ആവും. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് അതിന് ട്രാൻസ്പെറൻസി കുറയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെയുള്ള കളറുകളും ചേഞ്ച് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. സ്ക്രീൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നമുക്കിനി ക്രിയേറ്റ് ചെയ്യാതെ ഈ നാവിഗേഷൻ ബാറും ഇതിൻ്റെ ഹെഡറുമാണ്. അപ്പോൾ ഈ നാവിഗേഷൻ ബാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ
ഒരു ഐക്കണും നമ്മൾ വേറെ എക്സ്റ്റേണൽ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്നില്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഐക്കൺ ഞാൻ ക്വിക്കലി ഡ്രോ ചെയ്യാൻ പോവാണ്, ബാക്കിയുള്ളത് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുന്നതാണ്. ഈ പെൻ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആവശ്യമാണ്. ഞാൻ എക്സാക്ട്ലി ഐക്കൺ ഒന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ കോഴ്സ് ഞാനിപ്പോൾ ഇവിടെ ഫിഗ്മയുടെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഐക്കണിനെ പറ്റി എങ്ങനെ ഒരു ഐക്കൺ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് വളരെ എക്സാക്ട്ലി മെഷർമെൻ്റ് എടുത്ത് ഒരു ഐക്കൺ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഐക്കൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് താഴെ ഒരു ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കോപ്പി എടുത്ത്, എന്ന് വെച്ചാൽ ഇതേ കളറിൽ തന്നെയാണ് ആ ടെക്സ്റ്റ്, ഡാഷ്ബോർഡ്. അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പിറകിലുള്ള എലമെന്റ് സെലക്ട് ആവുന്നുണ്ട്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെയറിൽ പോയിട്ട് ലോക്ക് ഒരു ബട്ടൺ ഉണ്ട്, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സെലക്ട് ആവില്ല. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബോക്സ് സെലക്ട് ആവില്ല. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി ഞാൻ ബാക്കിയുള്ള ഐക്കൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാ ഐക്കൺസും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളതിനെ കളർ ചെയ്യാണ്. അതുപോലെ അതിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസ് നമ്മൾ റൗണ്ട് ആക്കുന്നു, റൗണ്ട് ആകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഐക്കൺ നമ്മൾ മാനുവലി വരച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവെ എല്ലാം നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫ്രീ പിക്ക് അല്ലെങ്കിൽ നൗൺ പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ പർപ്പസിന് അതെല്ലാം മാനുവലി ചെയ്തതാണ്. ഇനി അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റും കൂടി ടൈപ്പ് ചെയ്യണം. ഇതെല്ലാം ഓരോ, ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്യാൻ ലോക്ക് ചെയ്യാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഐക്കണിനും ഓരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത് അലൈൻ ചെയ്യാനായിട്ട് ഈസിയായിരിക്കും കുറച്ചും കൂടി. നമ്മൾ നാവിഗേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആപ്പ് ഓൾമോസ്റ്റ്, അതായത് 98% കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മളിനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെഡറിലുള്ള രണ്ട് ഐക്കൺസ് ആണ്. അത് ഞാൻ ക്വിക്കലി വരയ്ക്കാൻ പോവാണ്. ഇത് എക്സാക്ട്ലി ഈ ഐക്കൺ പോലെയല്ല, പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കറൻ്റ്ലി നമ്മളൊരു ഈസിനെസ്സിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ UI കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതിലിനി ആകെ ഒരു ഇത് ചെയ്ത് ഞാൻ ഈ നാവിഗേഷൻ ലോക്ക് ചെയ്തായിരുന്നു.
അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ചെയ്തായിരുന്നു, അതൊക്കെ അൺലോക്ക് ചെയ്യുന്നു. അതേപോലെ അതിനെ ഏറ്റവും ബാക്കിലോട്ടാക്കുന്നു. ഇപ്പോൾ നമ്മുടെ UI കംപ്ലീറ്റ് ആയി. ഇനി നമ്മളത് ഇതിൻ്റെ വയർ ഫ്രെയിം വ്യൂ നോക്കി നമുക്ക് കാണാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതൊരു ഇമേജും, അതുകൊണ്ടാണ് അത് ഫ്ലാറ്റ് ആയിട്ടൊരു ബോക്സ് പോലെ നമ്മൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ ഫുള്ളി ആദ്യം തൊട്ട് ചെയ്തതായതുകൊണ്ട് നമുക്കത് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഫിഗ്മ ഫെമിലിയർ അല്ലാത്തവർക്ക് ഫിഗ്മ ഒരു വെക്ടർ ടൂളാണ്. അതായത് ഞാൻ ഒരു മിസ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ നാവിഗേഷൻ ബാറ് സർക്കിൾ ഏറ്റവും താഴെയാണ് വരേണ്ടത്. ഓക്കെ, ബോക്സ് ഞാൻ പറഞ്ഞു വന്ന ഫിഗ്മ എന്ന് പറയുന്നത് ഒരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ടൂളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര സൂം ചെയ്താലും ആ ഒരു ക്ലാരിറ്റി പോവില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഇമേജ് ബ്ലറായി തുടങ്ങി. പക്ഷെ നമ്മളിതെല്ലാം ഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര സൂം ചെയ്താലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളൊരു ബേസിക് എങ്ങനെ ഒരു UI നമുക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ ചെയ്ത രീതി കറക്റ്റായിട്ടുള്ളൊരു രീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫിഗ്മയിൽ ഇപ്പോൾ കുറേ പുതിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ അടുത്ത ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതാണ് ബേസിക് ആയിട്ടുള്ള ടൂളുകൾ. പിന്നെ ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫിഗ്മയിൽ അങ്ങനെ തന്നെയാണ്. ഇനി ഇതേ സ്ക്രീൻ നമ്മൾ ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡിൽ നമ്മൾ വേറൊരു അപ്രോച്ചിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ലേഔട്ടിൻ്റെ ഒരു ബേസിക് ക്ലാസ്സും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്.